നമസ്കാരം. തീർത്ഥയാത്രയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രധാന ക്ഷേത്രത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. വീഡിയോയിൽ നൽകിയിട്ടുള്ള ചില ചിത്രങ്ങളും ശബ്ദവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി സൃഷ്ടിച്ചതാണ്. ആയതിനാൽ ഉച്ചാരണത്തിലും ദൃശ്യത്തിലും ചില പോരായ്മകൾ ഉണ്ടാകാം. സദയം ക്ഷമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ ഗ്രാമപഞ്ചായത്തിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുകിടക്കുന്ന പുട്ടറയ്ക്കൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം. ഒരേ പീഠത്തിലിരിക്കുന്ന ശിവനും പാർവതിയും പ്രധാന പ്രതിഷ്ഠകളായ ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ, നവഗ്രഹങ്ങൾ, നാഗദേവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്ന നിലയിൽ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം. 111 അടി ഉയരം വരുന്ന ഈ ശിവലിംഗത്തിനകത്ത് 7 നിലകളും അവയിലോരോന്നിലുമായി നിരവധി ദേവതാപ്രതിഷ്ഠകളും കാണാം. ഏറ്റവും താഴെയുള്ള നിലയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവലിംഗത്തിൽ ഭക്തർക്ക് സ്വയം പൂജകൾ നടത്താനുള്ള സൗകര്യവുമുണ്ട്. ശിവൻ വിഗ്രഹപ്രതിഷ്ഠയുള്ള ലോകത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്ന് എന്ന നിലയിലും ശ്രദ്ധേയമാണ് ഈ ക്ഷേത്രം. കൂടാതെ 32 ഗണപതിരൂപങ്ങളുടെ പ്രതിഷ്ഠ, ഗംഗാജലം നിറഞ്ഞു നിൽക്കുന്ന കിണർ, 12 ജ്യോതിർലിംഗങ്ങളുടെയും മാതൃകകൾ തുടങ്ങി വേറെയും ആകർഷണങ്ങൾ ഇവിടെ കാണാം. ശിവരാത്രിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം. കൂടാതെ ധനുതിരുവാതിര, നവരാത്രി, വിനായക ചതുർത്ഥി, തൈപ്പൂയം, മണ്ഡലകാലം, വിഷു തുടങ്ങിയവയും പ്രധാന ആഘോഷങ്ങളാണ്. സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി എന്ന സന്യാസിയുടെ നേതൃത്വത്തിലുള്ള ഒരു ട്രസ്റ്റാണ് ക്ഷേത്രഭരണം നടത്തിപ്പോരുന്നത്. പ്രശസ്ത താന്ത്രികാചാര്യനും ജ്യോതിഷപണ്ഡിതനുമായിരുന്ന ബ്രഹ്മശ്രീ പറവൂർ ശ്രീധരൻ തന്ത്രികൾ നടത്തിയ ദേവപ്രശ്നത്തിൽ ഏകദേശം 5000 വർഷം പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്ന് കണ്ടെത്തുകയുണ്ടായി. ബ്രഹ്മജ്ഞാനിയായിരുന്ന ഒരു സന്യാസിയുടെ സമാധിസ്ഥാനത്താണ് ക്ഷേത്രം പണികഴിപ്പിച്ചതെന്നും പിന്നീട് ഏതോ ഒരു കാലത്ത് ആ ക്ഷേത്രം നശിച്ചുപോയതാണെന്നും പ്രശ്നവിധിയിൽ പറയുകയുണ്ടായി. പിന്നീട് ഇപ്പോഴത്തെ ക്ഷേത്രം ഉയർന്നുവരുന്നത് 1960കളിലാണ്. അതിന് നിമിത്തമായി ഭവിച്ചത് കൃഷ്ണൻകുട്ടി എന്ന് പൂർവാശ്രമത്തിൽ പേരുണ്ടായിരുന്ന സ്വാമി മഹേശ്വരാനന്ദ സരസ്വതിയാണ്. ചെങ്കൽ ഗ്രാമത്തിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജ്ഞാനപ്രകാശൻ ചെല്ലമ്മാൾ ദമ്പതികളുടെ മകനായി 1959 നവംബർ 16 പൂയം നക്ഷത്രത്തിൽ ജനിച്ച കൃഷ്ണൻകുട്ടി 3 വയസ്സുള്ളപ്പോൾ മുതൽ വീടിന് തെക്കുപടിഞ്ഞാറു ഭാഗത്തുപോയി ധ്യാനിച്ചിരിക്കുക പതിവായിരുന്നു. അദ്ദേഹം ധ്യാനിച്ചിരുന്ന സ്ഥലത്തിനടുത്ത് ഒരു പുറ്റ് വളർന്നു വലുതായി. ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ പലതവണ അത് തകർക്കാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴെല്ലാം പൂർവാധികം ശക്തിയോടെ അത് വളർന്നു വലുതാകുകയായിരുന്നു. ഒരിക്കൽ ഇത് തകർക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്നൊരു പാമ്പ് പുറത്തേക്ക് വന്നതായും കഥയുണ്ട്. അതേ തുടർന്ന് പ്രശ്നം വച്ചപ്പോൾ പുറ്റിൽ ശിവപാർവതി സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ പുറ്റിന് നിത്യപൂജ നടത്തുന്നത് പതിവാക്കി. വർഷങ്ങൾക്കുശേഷം കൃഷ്ണൻകുട്ടി തന്നെ അവിടെയൊരു ക്ഷേത്രം പണിയുകയും ശിവപാർവതിമാരെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. നിരവധിയാളുകൾ ഈ കഥയറിഞ്ഞ് ക്ഷേത്രത്തിൽ വരാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. ഒരു തെക്കത് ശ്രീകോവിൽ മാത്രമുള്ള ചെറിയ ക്ഷേത്രം മാത്രമായിരുന്നു അന്നത്തെ ക്ഷേത്രം. കാലാന്തരത്തിൽ അത് വളർന്നു വലുതാകുകയും ഗണപതി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ എന്നിവരുടെ ഉപപ്രതിഷ്ഠകൾ നടത്തുകയും ചെയ്തു. 1986 ജൂലൈ 1 പ്രതിഷ്ഠാകർമ്മം. തുടർന്നും അദ്ദേഹം ഭക്തിയോടുകൂടി ശിവപൂജ തുടർന്നു പോരുകയും ക്ഷേത്രത്തിൽ നിരവധി ഭക്തർ എത്തിച്ചേരുകയും ചെയ്തു. 2011 ഫെബ്രുവരിയിൽ കൃഷ്ണൻകുട്ടിക്ക് വീണ്ടും ഒരു അരുളപ്പാടുണ്ടായി. കേരളീയ വാസ്തുശൈലിക്കനുസരിച്ച് പഞ്ചപ്രാകാരങ്ങളോടുകൂടിയ ഒരു മഹാക്ഷേത്രമാക്കി ക്ഷേത്രത്തെ ഉയർത്താനായിരുന്നു ആ അരുളപ്പാട്. അതിനുശേഷമാണ് ഇപ്പോഴത്തെ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. പ്രധാന ശ്രീകോവിലും നാലമ്പലവും കൊടിമരവും ഉപദേവതകളുടെ പ്രതിഷ്ഠകളും ഗോപുരങ്ങളുമെല്ലാം ഇതിനോടനുബന്ധിച്ച് നിർമ്മിക്കപ്പെട്ടതാണ്. കിഴക്കുഭാഗത്തെ ഗോപുരത്തിന് ഇരുവശവും 2 ഗജവീരന്മാരുടെ രൂപങ്ങളും ഇതിനോടനുബന്ധിച്ച് നിർമ്മിക്കപ്പെടുകയുണ്ടായി. 2012 ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണമായി മാറിയ മഹാശിവലിംഗത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 7 വർഷത്തിലധികം നീണ്ട നിർമ്മാണത്തിനൊടുവിൽ 2019 നവംബർ 10 ഇത് ഭക്തർക്കായി തുറന്നുകൊടുത്തു. തുറന്ന കാലത്തുതന്നെ ഇത് ഏഷ്യാ ബുക്ക് അടക്കം നിരവധി റെക്കോർഡുകൾ കരസ്ഥമാക്കിയിരുന്നു. ഇതിനോടൊപ്പം തന്നെ ഭാരതത്തിലെ 12 ജ്യോതിർലിംഗങ്ങളുടെ മാതൃകകളും 32 ഗണപതിരൂപങ്ങളും കൂടി നിർമ്മിക്കപ്പെടുകയുണ്ടായി. മഹാബലിപുരത്തുനിന്ന് കൊണ്ടുവന്ന ശിലയിലാണ് ഇവയെല്ലാം നിർമ്മിക്കപ്പെട്ടത്. ഏകദേശം 10 വർഷം കൊണ്ടാണ് വളരെ ചെറുതായിരുന്ന ക്ഷേത്രം പൂർണ്ണമായും പുനർനിർമ്മിക്കപ്പെട്ടത്. ഇതിനിടയിൽ കാഞ്ചീപുരം കാമകോടി പീഠത്തിന്റെ അന്നത്തെ മഠാധിപതിയായിരുന്ന ജയേന്ദ്ര സരസ്വതി സ്വാമികളിൽ നിന്ന് സന്യാസം സ്വീകരിച്ച കൃഷ്ണൻകുട്ടി സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഇപ്പോൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തുനിന്നുപോലും നിരവധി ആളുകളാണ് ക്ഷേത്രത്തിലെത്തുന്നത്. ചെങ്കൽ ഗ്രാമത്തിന്റെ പടിഞ്ഞാറുഭാഗത്ത്
പുട്ടറയ്ക്കൽ എന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കോട്ടാണ് ക്ഷേത്രദർശനം. ഉദിയൻകുളങ്ങരയിൽ വച്ച് ദേശീയപാതയിൽ നിന്നുതിരിഞ്ഞ് വ്ലാത്തങ്കര വരെ പോകുന്ന ബസ് റൂട്ട് ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്തുകൂടെ കടന്നുപോകുന്നു. ചെങ്കൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, പോസ്റ്റ് ഓഫീസ്, ATM, ഹോട്ടലുകൾ, കടകമ്പോളങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങൾ ഈ വഴിയിൽ ധാരാളമുണ്ട്. ക്ഷേത്രത്തിന്റെ 4 ഭാഗത്തും ആനകളുടെ രൂപങ്ങളോടുകൂടിയ പ്രവേശന കവാടങ്ങൾ കാണാം. ഇവയിൽ കിഴക്കുഭാഗത്തുള്ളതാണ് ഏറ്റവും വലുത്. 3 നിലകളോടുകൂടിയ കിഴക്കേ ഗോപുരം ക്ഷേത്രത്തിന്റെ മുഴുവൻ പ്രൗഢിയും നിലനിർത്തി നിൽക്കുന്നു. കിഴക്കേ ഗോപുരത്തിന് നേരെ മുന്നിലായി ഭഗവദ്വാഹനമായ നന്ദികേശന്റെ ഒരു വിഗ്രഹം കാണാം. ഭക്തർ നന്ദിയുടെ ചെവിയിൽ ആഗ്രഹങ്ങൾ പറയുന്നത് ഇവിടെ ഒരു പതിവ് കാഴ്ചയാണ്. ക്ഷേത്രത്തിന്റെ ചുറ്റുമായി നിരവധി മരങ്ങൾ വളർന്നു നിൽക്കുന്നത് കാണാം. ക്ഷേത്രത്തിന്റെ തെക്കുകിഴക്കേ മൂലയിലാണ് പാർക്കിംഗ് ഗ്രൗണ്ട് കാണപ്പെടുന്നത്. ഇവിടെ ഇരുചക്ര, മുച്ചക്ര, 4 ചക്ര വാഹനങ്ങൾക്കെല്ലാം അതാത് സ്ഥലമനുവദിച്ചിട്ടുണ്ട്. പടിഞ്ഞാറു ഭാഗത്ത് ക്ഷേത്രം പൂജാരിമാരുടെയും സ്വാമിയുടെയും താമസസ്ഥലങ്ങളാണ്. ഇതിനു മുന്നിലായി മനോഹരമായ ഒരു പൂന്തോട്ടവും കളിസ്ഥലവും കാണാം. ഇത് ക്ഷേത്രദർശനത്തിനൊപ്പം വിനോദത്തിനും വഴിയൊരുക്കുന്നു. ക്ഷേത്രമതിലകത്ത് തെക്കുപടിഞ്ഞാറേ മൂലയിൽ പ്രത്യേകം തീർത്ത ഒരു മണ്ഡപമാണ് ക്ഷേത്രത്തിലെ മറ്റൊരു വലിയ പ്രത്യേകത. നിത്യേനയുള്ള ഗണപതി ഹോമം നടത്താനായി പണികഴിപ്പിച്ച ഈ മണ്ഡപത്തിൽ അങ്ങിങ്ങായി 32 ഗണപതി രൂപങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ബാലഗണപതി മുതൽ യോഗഗണപതി വരെയുള്ള ഈ രൂപങ്ങളെ മനുഷ്യന്റെ ഓരോ അവസ്ഥയുടെയും പ്രതീകങ്ങളായി കണ്ടുവരുന്നു. കേരളത്തിൽ മറ്റെവിടെയും ഇതുപോലെ 32 ഗണപതിമാർക്കായി ക്ഷേത്രം പണിതിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ 32 രൂപങ്ങളുടെ സാന്നിധ്യത്തിലാണ് ക്ഷേത്രത്തിലെ ഗണപതി ഹോമം നടത്തിവരുന്നത്. ഭഗവത് സാന്നിധ്യത്തിൽ തന്നെ നടത്തുന്നു എന്നർത്ഥം. വിനായക ചതുർത്ഥിനാളിൽ അതിവിശേഷമായ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഇവിടെ നടത്താറുണ്ട്. വടക്കുപടിഞ്ഞാറേ മൂലയിലാണ് ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണമായ മഹാശിവലിംഗം സ്ഥിതി ചെയ്യുന്നത്. 112 അടി ഉയരം വരുന്ന ഈ ശിവലിംഗം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ ശിവലിംഗമാണ്. ആസാമിലെ നാഗവണിലുള്ള മഹാമൃത്യുഞ്ജയ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച ശിവലിംഗമാണ് ഏറ്റവും ഉയരം കൂടിയത്. 126 അടി ഉയരമുള്ള ആ ശിവലിംഗം 2021 ഫെബ്രുവരി 26 ഉദ്ഘാടനം ചെയ്തതോടെയാണ് ഈ ശിവലിംഗത്തിന്റെ റെക്കോർഡ് നഷ്ടമായത്. എങ്കിലും നിരവധി ഭക്തരെ ഈ മഹാലിംഗം ആകർഷിക്കുന്നുണ്ട്. ഇത് വെറുമൊരു ശിവലിംഗം എന്നതിലുപരി അകത്തേക്ക് കയറാവുന്ന രീതിയിൽ പണിത ഒരു കെട്ടിടമാണ്. ഷഡാധാരവിധിയനുസരിച്ച് പണികഴിപ്പിച്ച ഈ കെട്ടിടത്തിനകത്ത് 7 നിലകളുണ്ട്. ഇവ മനുഷ്യശരീരത്തിലെ 7 ചക്രങ്ങളെ സൂചിപ്പിക്കുന്നു. അവയിൽ ഓരോന്നിലും വിവിധ ദേവീദേവരൂപങ്ങൾ കാണാം. ഏറ്റവും താഴെയുള്ള നിലയെ അടിസ്ഥാനചക്രമായ മൂലാധാരത്തിന്റെയും പിന്നെ മുകളിലേക്കുള്ള ഓരോ നിലയെയും ക്രമത്തിൽ സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്യ, സഹസ്രാരം എന്നിവയുടെയും പ്രതീകങ്ങളായി കണക്കാക്കി വരുന്നു. മനുഷ്യരെ ശിവാരാധനയിലൂടെ ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിലെത്തിക്കുക എന്ന സങ്കല്പമാണ് ഇതിനു പിന്നിൽ. മൂലാധാരത്തിൽ 7 ചുറ്റായി ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനിയെ ഉണർത്തി ഓരോ ചക്രത്തെയും ഭേദിച്ച് അവസാനം സഹസ്രാരപത്മത്തിലെത്തിച്ച് സാക്ഷാത്കരിപ്പിക്കുക എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവയിൽ ഓരോ നിലയിലും പ്രത്യേകം ആകൃതികളിലുള്ള താമരപ്പൂക്കളുടെ രൂപം കാണാം. ഇവ ഓരോ ചക്രത്തിന്റെയും പ്രതീകമാണ്. മൂലാധാരത്തെ പ്രതിനിധീകരിക്കുന്ന താമരയ്ക്ക് 4, സ്വാധിഷ്ഠാനത്തെ പ്രതിനിധീകരിക്കുന്നതിന് 6 കൂടെ ഒരു ചന്ദ്രക്കലയും കാണാം. മണിപൂരകത്തെ പ്രതിനിധീകരിക്കുന്നതിന് ത്രികോണാകൃതിയിൽ 10, അനാഹതത്തെ പ്രതിനിധീകരിക്കുന്നതിന് 12, വിശുദ്ധിയെ പ്രതിനിധീകരിക്കുന്നതിന് വൃത്താകൃതിയിൽ ചന്ദ്രക്കലയോടുകൂടിയത് 16, ആജ്യയെ പ്രതിനിധീകരിക്കുന്നതിന് 2, സഹസ്രാരത്തെ പ്രതിനിധീകരിക്കുന്നതിന് 1000 ഇതളുകളുടെ എണ്ണം. ഓരോ നിലയിലും യഥാക്രമം ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ, പച്ച, നീല, ഇൻഡിഗോ, വെള്ള എന്നീ നിറങ്ങളാണ് നൽകിയിരിക്കുന്നത്. എല്ലായിടത്തും ധ്യാനിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും താഴെയുള്ള നിലയിൽ ഭക്തർക്ക് സ്വയം പൂജിക്കാൻ സൗകര്യത്തിൽ ഒരു ശിവലിംഗവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇത് മറ്റൊരു പ്രത്യേകതയാണ്. അവസാനത്തെ നിലയിൽ കൈലാസപ്രതീതിയുണ്ടാക്കുന്ന രീതിയിലാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. 2012 മാർച്ച് മാസത്തിലാണ് ശിവലിംഗത്തിന്റെ നിർമ്മാണം തുടങ്ങിയത്. 30 ശില്പികളാണ് ഇതിനായി നിയോഗിക്കപ്പെട്ടത്. ക്ഷേത്രത്തിൽ തന്നെ താമസിച്ച് കടുത്ത നിഷ്ഠയോടെയാണ് അവർ നിർമ്മാണം തുടങ്ങിയത്. ഉദ്ഘാടനത്തിനു മുമ്പേ തന്നെ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കർണാടകയിലെ കോലാർ ജില്ലയിലുള്ള സഹസ്രലിംഗേശ്വര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള 108 അടി ഉയരമുള്ള ശിവലിംഗത്തിനായിരുന്നു അതിനുമുമ്പ് വലുപ്പത്തിൽ 1ാം സ്ഥാനം. ഉദ്ഘാടനം കഴിഞ്ഞതോടെ ഇങ്ങോട്ട് ജനപ്രവാഹമായി. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആയിരങ്ങളാണ് ഇവിടെ വന്നുപോയത്. കന്യാകുമാരി ജില്ലയുടെ ഭാഗങ്ങളിൽ നിന്ന് ശബരിമല ദർശനത്തിന് പോകുന്നവർ ഇവിടെയും കയറിയേ പോകാറുള്ളൂ. സ്ഥാപിക്കപ്പെട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ ഇത് ലിംഗ ബുക്കിലും ഗിന്നസ് ബുക്കിലും ഇടം പിടിക്കുകയുണ്ടായി. 2022 ഔദ്യോഗികമായി ഇതിന് അവ സമർപ്പിക്കുകയും ചെയ്തു. ക്ഷേത്രത്തിന്റെ നേരിട്ടുള്ള ദൃശ്യങ്ങളും വിശേഷങ്ങളും
പിന്നീടൊരിക്കൽ നമുക്ക് ചിത്രീകരിക്കുവാനും കാണുവാനും ചെങ്കൽ ശ്രീ മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. കൂടാതെ വീഡിയോ കണ്ട എല്ലാവർക്കും ചെങ്കൽ ശ്രീ മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് ഓൺ ചെയ്തു വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് എത്തിക്കുന്നതിനായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൂടി കൊടുക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ശുഭദിനം.